അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാറുള്ള പല അബദ്ധങ്ങളും പല തിന്മകളും നമ്മൾ ഒഴിവാക്കിയ മാസമാണ് വിശുദ്ധ റമദാൻ മാസം. റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാ വർഷങ്ങളിലും കടന്നു വരുന്ന ഒരതിഥിയാണ് എന്ന രീതിയിലാണ് പല ആളുകളും മനസ്സിലാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനിങ് പീരീഡാണ്. നമ്മുടെ വരാൻ പോകുന്ന 11 മാസക്കാലത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്, ക്രമീകരിക്കേണ്ടത് എന്നതിനേക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡായിക്കൊണ്ടാണ് നമ്മൾ ഈ മാസത്തെ കാണേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പല ആളുകളും റമദാൻ കഴിയുന്നതോടുകൂടെ വീണ്ടും യൂട്ടേൺ അടിക്കുന്ന, റമദാനിൻ്റെ മുമ്പുള്ള മാസങ്ങളിൽ എങ്ങനെ ജീവിച്ചോ, ഏതുപോലെയായിരുന്നോ അതേപോലെയാകാൻ വേണ്ടി യൂട്ടേൺ അടിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ പാടില്ല. ഞാൻ ആലോചിച്ചും ചിന്തിച്ചും തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ റമദാൻ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആര് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു വിശ്വാസിയായ മനുഷ്യൻ റമദാനിൻ്റെ പിറ കണ്ട ആ സമയം മുതൽ അവൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ധാരാളം മാറ്റങ്ങൾ അവൻ്റെ വാക്കുകളാകട്ടെ, അവൻ്റെ നോട്ടമാകട്ടെ, അവൻ്റെ പ്രവൃത്തികളാകട്ടെ, അവൻ്റെ ഇബാദത്തുകളാകട്ടെ, എല്ലാ മേഖലകളിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ അവസാനിക്കുന്ന റമദാനിൻ്റെ ഈ സമാപന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം, എങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്താം. സഹോദരങ്ങളെ, റമദാനിൻ്റെ പ്രത്യേകത അത് ബറക്കത്താക്കപ്പെട്ട മാസം എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ റമദാൻ വരുമ്പോൾ സന്തോഷവാർത്ത അറിയിക്കുമെന്നാണ്. പ്രവാചക തിരുമേനി പറയും, ഇതാ നിങ്ങളിലേക്ക് അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട മാസം, ഷഹ്റുൻ മുബാറക്, ബറക്കത്താക്കപ്പെട്ട മാസം നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ളത്. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ സമയമെന്ന് പറഞ്ഞാൽ അത് ബറക്കത്താക്കപ്പെട്ട സമയമാണ്, അനുഗ്രഹീതമായ സമയമാണ്. എന്താണ് ഈ ബറക്കത്താക്കപ്പെട്ട സമയം? എന്താണ് ഈ ബറക്കത്താക്കപ്പെട്ട റമദാൻ എന്ന് പറഞ്ഞാൽ? അതിനാദ്യം നമ്മൾ ബറക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് അത് സിയാദത്തുൽ ഖൈറാണ്, നന്മകളിലുണ്ടാകുന്ന വർധനവാണ്. അതേപോലെ തന്നെ വസുബൂത്ത്, അതിൽ സ്ഥിരതയുണ്ടാവുക, അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നന്മയിലുണ്ടാകുന്ന വളർച്ചയും ആ നന്മകളിലുള്ള സ്ഥിരതക്കുമാണ് ബറക്കത്ത് എന്ന് പറയാം. വിശുദ്ധ റമദാൻ അതാണ് യഥാർത്ഥത്തിൽ. വിശുദ്ധ റമദാനെ മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ. റമദാനിൻ്റെ മുമ്പുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളം നന്മകളിൽ വർധനവുണ്ടായി. സ്വതക്ക കൊടുത്തു, രാത്രി നമസ്കരിച്ചു, ജമാഅത്തുകളിൽ പങ്കെടുത്തു, വിശുദ്ധ ഖുർആൻ ഓതി, ഇല്ലേ, എന്തൊക്കെ നന്മകളാണ് വർദ്ധിച്ചത്. മുമ്പുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് നന്മകൾ അത് നമ്മൾ തുടർച്ചയായി ചെയ്തു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഇതാ റമദാനിൻ്റെ ഈ അവസാന സമയം വരെ രാത്രി നമസ്കാരം മുടങ്ങാതെ നിർവഹിച്ചവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. വിശുദ്ധ ഖുർആൻ എത്ര തവണ ഓതി തീർത്തു പല ആൾക്കാരും, 2ഉം 3ഉം തവണയൊക്കെ ഓതിയ ആളുകളുണ്ട്. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. റമദാനിൽ ബറക്കത്താണ് എന്ന് പറഞ്ഞാൽ നന്മകളിൽ വർധനവ് ലഭിക്കുന്ന, അതിൽ സുബൂത്തുണ്ടാകുന്ന മാസമാണ്. ഞാനിത് പറയാൻ കാരണം, സഹോദരങ്ങളെ, റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോഴും ഈ ബറക്കത്ത് നമ്മൾ നിലനിർത്തണം. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകണം, അഥവാ നന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആ ചെയ്യുന്ന നന്മകളിൽ എന്തുണ്ടാകണം? സ്ഥിരതയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചത് അതാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കണം ഏതുവരെ? യഖീൻ സംഭവിക്കുവോളം, മരണം വരുവോളം എന്നാണ്. മരിക്കോളം റബ്ബിനെ ആരാധിക്കണം. അഥവാ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അവൻ നിരന്തരം ഇബാദത്തുകൾ ചെയ്യേണ്ടവനാണ്. ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടയാളല്ല വിശ്വാസി എന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം നമുക്കറിയാം. ആയിഷ പറയുന്നത്,
പ്രവാചകൻ്റെ ഭാര്യ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക, അതത്ര കുറച്ചായിരുന്നാലും പതിവായി ചെയ്യുക, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ സാധിക്കും. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. ആയിഷ ഉമ്മ പ്രവാചകൻ്റെ വാക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ റമദാനിൻ്റെ അവസാന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട വാചകമാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ 99-ാമത്തെ ആയത്ത് ഞാൻ ഓതിക്കഴിഞ്ഞു. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുവോളം എന്ത് ചെയ്യണം? റബ്ബിനെ ആരാധിക്കണം. രണ്ടെന്താ? നമ്മുടെ പ്രവർത്തനങ്ങൾ അല്പം കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന ആളുകളാകണം. മനസ്സിലായി? ഒരു ആവേശത്തിൻ്റെ ടീമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മാറാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് സഹോദരങ്ങളെ, റമദാനിൽ ഏതൊരു റബ്ബിനോടാണോ നമ്മൾ പ്രാർത്ഥിച്ചത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നമ്മൾ ഇബാദത്തുകൾ ചെയ്തത്, അതേ റബ്ബ് തന്നെയാണ് ഷവ്വാലിലുള്ളത്, അതേ റബ്ബ് തന്നെയാണ് ദുൽഖഅദയിലുള്ളത്, അതേ റബ്ബ് തന്നെയാണ് ദുൽഹിജ്ജയിലുള്ളത്, അതേ റബ്ബാണ് മുഹറമിലും സഫറിലും, അതേപോലെ തന്നെ റബിയുൽ അവ്വലിലും റബിയുൽ ആഖിറിലും ഒക്കെയുള്ളത് അതേ റബ്ബ് തന്നെയാണ്. അതേ റബ്ബാണ് നമ്മോട് ആരാധനകൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിക്കേണ്ടത്, ഏതൊരു റബ്ബാണോ നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതേ റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-4 പോയിൻ്റുകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, റമദാനിൽ ജീവിച്ചതുപോലെ റമദാൻ കഴിഞ്ഞാലും ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നിലനിർത്തേണ്ട ചില നന്മകൾ. എന്തുകൊണ്ടാണ് റമദാനിൽ നമ്മുടെ ജീവിതം ഒരു വല്ലാത്തൊരു ആനന്ദകരമായ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ആസ്വാദനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു ആസ്വാദനം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ നമ്മൾ നിലനിർത്തി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ നമ്മൾ നിലനിർത്തി. അതിലൊന്നെന്താ അറിയോ? ഫറദ് നമസ്കാരമാണ്, നിർബന്ധമായ നമസ്കാരങ്ങൾ. സഹോദരങ്ങളെ, നിർബന്ധമായ നമസ്കാരങ്ങൾ ജമാഅത്തായിക്കൊണ്ടാണ് ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജമാഅത്ത് നിർബന്ധമായി നിർവഹിക്കണം. റമദാനിൻ്റെ 1-ാമത്തെ സുബഹിക്ക് നമ്മുടെ പള്ളി നിറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ജുമാക്കൊക്കെ പള്ളികളിൽ നേരത്തെ ആളുകൾ വരും. എന്തുകൊണ്ടാണത്? അതാണ് നന്മയിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ നിലനിർത്തണം. നമ്മളൊന്ന് വിചാരിച്ചാൽ, നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്കത് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ പ്രവാചകനും നമ്മെ പഠിപ്പിച്ച കാര്യം, ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ കാലം മുതൽ ആരോഗ്യമുള്ള, കഴിവുള്ള, അഥവാ ഒരു ഉദ്ർ പറയാനില്ലാത്ത, ഒരു കാരണം ബോധിപ്പിക്കാനില്ലാത്ത എല്ലാ മനുഷ്യന്മാരും ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്നാണ്. അതിന് പറ്റുമെന്ന് റമദാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിക്ക് പള്ളി പോകാൻ കഴിയും. ദുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനുമൊക്കെ പള്ളിയിൽ പോവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല എന്ന് റമദാൻ നമുക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അതിനെ നിലനിർത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ നാം നിലനിർത്തേണ്ട നന്മയാണ് ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അപ്പോൾ റമദാനിൽ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. രണ്ടാമത് ഖുർആനുമായി കൊണ്ടുള്ള ബന്ധമാണ്. പലപ്പോഴും റമദാൻ കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ മടക്കി വെക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലൊക്കെ ഓതാറുള്ളത്, എപ്പോഴെങ്കിലൊക്കെ ഖുർആൻ പഠിക്കാറ്. ഞാൻ ആക്ഷേപിച്ച് പറയല്ല സഹോദരങ്ങളെ, ആരെയും വിമർശിക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ നമ്മൾ ഖുർആനുമായി കൂടെ എന്ത് ചെയ്യണം? ബന്ധം സ്ഥാപിക്കണം. റമദാനിൽ നമുക്കൊരു ചൈതന്യമുണ്ടായത്, റമദാനിൽ നമുക്കൊരു ആനന്ദവും അനുഭൂതിയും അനുഭവിക്കാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആനുമായി നമുക്കുള്ള ബന്ധം തന്നെയാണ്. ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന്, പഠനത്തിന്, കേൾവിക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ അവസാനിച്ചാലും ഖുർആനുമായി ബന്ധമുണ്ടാകണം. നമുക്ക് ഒരു ദിവസവും ഖുർആനുമായി ബന്ധമില്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. എല്ലാ ദിവസവും ഖുർആനിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം അത് അള്ളാൻ്റെ കലാമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിച്ച വാചകമാണ്. മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, അള്ളാഹിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയി നിസ്കരിക്കുന്നതാണ്. കാരണം നിസ്കാരം അള്ളാഹുമായിക്കുള്ള മുനാജാത്താണ്, റബ്ബുമായിക്കൊണ്ടുള്ള മുനാജാത്താണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓരോ ഫാത്തിഹയിലെ ആയത്തുകൾ പാരായണിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതി ഉത്തരം നൽകുന്നുണ്ട് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് മുനാജാത്ത് എന്ന് പറയണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കണം, റബ്ബ് പറയുന്നത് കേൾക്കണം, റബ്ബിൻ്റെ സംസാരം കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഖുർആൻ എടുത്ത് ഓതുന്നതാണ്. കാരണം എന്താ? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമുമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നിരന്തരം ബന്ധമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ നമ്മൾ ചെയ്ത നന്മകളെ നിലനിർത്തിയാൽ മതി.
റമദാൻ കഴിഞ്ഞാൽ യു ടേൺ അടിക്കാതെ അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നമുക്ക് പിഴക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ജമാഅത്ത് നമസ്കാരം, അതേപോലെ തന്നെ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം, സുന്നത്ത് നമസ്കാരങ്ങൾ, വിശിഷ്യ രാത്രി നമസ്കാരം. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആളുകൾ രാത്രിയിൽ നിസ്കരിച്ചത്. കുടുംബസമേതം വന്ന് ഭാര്യയും മക്കളും അതേപോലെ തന്നെ എല്ലാവരെയും പള്ളിയിൽ കൊണ്ടുവന്ന് ജമാഅത്തായിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കുകയാണ്. എന്തൊരു ആനന്ദകരമായ സന്തോഷകരമായ കാഴ്ചയാണ് അല്ലേ സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത, അഥവാ യാത്രകളാണെങ്കിൽ പോലും നബി ഒഴിവാക്കാത്ത സുന്നത്തസ്കാരാണ് രാത്രി നമസ്കാരം എന്നുള്ളത്. അത് റമദാനിൽ മാത്രമല്ല. ആയിഷ ഉമ്മയോട് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ നബിയുടെ രാത്രി നിസ്കാരം എങ്ങനെയാണ്. അപ്പോൾ ആയിഷ ഉമ്മ കൊടുക്കുന്ന മറുപടി എന്താ? മകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹിന. റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിലധികം നിസ്കരിച്ചിട്ടില്ല എന്നാണ്. മകാന യസീദു ഫി റമദാൻ വലാ ഫി ഗൈരി, റമദാൻ അല്ലാത്ത കാലഘട്ടങ്ങളിലും. അപ്പോൾ ഈ ഇബാദത്ത് രാത്രി നമസ്കാരം എന്ന് പറയുന്നത് അത് റമദാനിൽ മാത്രമുള്ളതല്ല, റമദാൻ കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രിയും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യരുത്, രാത്രി നിസ്കാരം ഉപേക്ഷിക്കരുത്. അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം, പദ്ധതി ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് പാപങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, നന്മകൾ എന്ത് ചെയ്യുക, നമ്മൾ നിലനിർത്തുക. അതേപോലെ തന്നെ അദ്കാറുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ നമ്മൾ പതിവാക്കുക, നമ്മൾ തുടരുക. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തിന്മകളിലേക്ക് ഇനി മടങ്ങില്ല എന്ന് തീരുമാനിക്കണം. തിന്മകളിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനിക്കണം. കാരണം അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ പോലും അള്ളാൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് മാറ്റിവെച്ച ആൾക്കാരാണ് നമ്മൾ അല്ലേ. അള്ളാൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് മാറ്റിവെച്ചവരാണ്. ഭക്ഷണം ഹലാലാണ്, പക്ഷെ അള്ള പറഞ്ഞു ഹലാലായ ഭക്ഷണം റമദാൻ്റെ പകലുകളിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ. അത് കേട്ടവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് പകലിൽ മാറ്റിവെച്ചു. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ട്, ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ അള്ള പറഞ്ഞു റമദാനിൻ്റെ പകലുകളിൽ ശാരീരിക ബന്ധം പാടില്ല കേട്ടോ. അത് കേട്ടവരാണ് നമ്മൾ, അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടവരാണ് നമ്മൾ. ഹലാലുകൾ പോലും അള്ളാഹു പറഞ്ഞപ്പോൾ കേൾക്കാൻ തയ്യാറായ നമ്മൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് എങ്ങനെ പോവുക, അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് എങ്ങനെ പോവുക? അതുകൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും ഹറാമിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ തിരിഞ്ഞു പോകാൻ പാടില്ല. ഏതൊരു ഹറാമ് നമ്മുടെ ജീവിതത്തിലൂടെ അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റണം. റമദാനിൽ നമുക്കതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകളിലേക്ക് ഇനി മടങ്ങുകയില്ല എന്നെന്ത് ചെയ്യുക, നമ്മൾ ഉറച്ച് തീരുമാനിക്കുക. തിന്മകളിലേക്ക് നമ്മൾ മടങ്ങുകയില്ല എന്ന് തീരുമാനിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുൻഗാമികളുടെ ലൈഫ് നമ്മൾ പരിശോധിക്കുക, സലഫുകളുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം. സലഫുകളിൽപ്പെട്ട ബിഷറുൽ ഹാഫി പറഞ്ഞൊരു വാചകം, ഒരു വർഷം മുഴുവൻ റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഒരു വർഷം മുഴുവൻ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണത്? അത്രമാത്രം ആനന്ദകരമാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞത്, കബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ പറഞ്ഞാൽ, അവർക്ക് അതിനൊരു അവസരം കൊടുത്താൽ അവരെന്താ ആഗ്രഹിക്കാമെന്നറിയോ? അവരാഗ്രഹിക്കുക റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാ. കാരണം അത്രമാത്രം റമദാൻ എന്താണ്? റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമായ, ജീവിതത്തിൽ വിശുദ്ധി നൽകുന്നൊരു സമയമാണ്. ആ വിശുദ്ധി നൽകിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ആരാധനകൾ ചെയ്തത് കൊണ്ടാണ്, നമ്മൾ ഈ തിന്മകളിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ നന്മകൾ നമ്മൾ ശീലിച്ചോ ആ നന്മകൾ നമ്മൾ തുടരുക. എന്തൊക്കെ തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിന്നോ ആ തിന്മകളിലേക്ക് നമ്മൾ മടങ്ങാതിരിക്കുക. അതാണ് പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരിക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു യൂട്ടേൺ നമ്മൾ അടിക്കാൻ പാടില്ല. നമ്മളൊരു നല്ല വഴിയിലൂടെ അതിവേഗത നമ്മൾ മുന്നോട്ട് പോകുകയാണ്, സിറാത്തുൽ മുസ്തഖീമിലൂടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കണമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളവിടുന്ന് മടങ്ങാൻ പാടില്ല. വീണ്ടും ആ മോശമായ അധാർമികതയുടെ, തിന്മയുടെ, അനീതിയുടെ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്. അള്ളാഹു അതിന് നമുക്ക് അവസരം നൽകിയ ആളുകളാണ്. ആ റബ്ബ് നൽകിയ ഈ നന്മയിൽ അതിൽ സുബൂത്തോടുകൂടെ അടിയുറച്ചു നിന്ന് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അടുത്ത റമദാനിനെ സ്വീകരിക്കാൻ നമ്മളിൽ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. റമദാനിൻ്റെ പിറ കണ്ട സമയം എടുത്തു നോക്കിയാൽ ആ സമയത്ത് തന്നെ എത്രയോ ആൾക്കാർ റമദാനിനെ സ്വീകരിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും
റമദാനിൽ തന്നെ നമ്മുടെ പല ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാനിനെ നമുക്ക് ലഭിക്കുമെന്നറിയില്ല. നമുക്ക് ലഭിക്കുന്ന ഓരോ സമയത്തെയും ഓരോ മിനിറ്റുകളെയും സെക്കൻഡുകളെയും നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബേ, ഞങ്ങളുടെ അമലുകൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ നന്മകൾ തുടർത്താനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.